മെസ്സിയെ കൊണ്ടുവരാനായിട്ടല്ല ശ്രമിക്കേണ്ടത്. ഇവിടെ നല്ല ആർജവമുള്ള, അന്തസ്സും ആത്മാഭിമാനമുള്ള നല്ല കായിക താരങ്ങളുണ്ട്. അവർക്ക് നല്ല ഭക്ഷണവും അതുപോലെ തന്നെ എന്താ പറയുക, അതിനനുസരിച്ചുള്ള സപ്പോർട്ടും. സ്വന്തം കുടുംബത്തെ സപ്പോർട്ട് കൊടുക്കാതെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ സ്പെഷ്യൽ അവാർഡ് സെക്ഷനിലേക്കാണ്. സ്പെഷ്യൽ അവാർഡിന് വേണ്ടി സ്റ്റീഫൻ സാർ പറഞ്ഞതുപോലെ മറ്റാരുമല്ല നമ്മെ കാത്തിരിക്കുന്നത് ശ്രീ ജോബി മാത്യു. 31 തവണ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഭാരതത്തിൻ്റെ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ച കായിക താരമാണ്. ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ എന്നതിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അഭിമാനിക്കാം തീർച്ചയായും. 2005 ജപ്പാനിലെ ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ തുടങ്ങിയ ആ ചൈത്രയാത്ര ചൈനയിലെ ലോക പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പിൽ ഗോൾഡ് മെഡൽ നേടിക്കൊണ്ട് ഇന്നും തുടരുകയാണ്. പഞ്ചഗുസ്തിയിൽ സാധാരണ ആളുകളെ തോൽപ്പിച്ച് 2008 സ്പെയിനിൽ വെച്ച് ലോക ചാമ്പ്യനായി. പഞ്ചഗുസ്തി അടക്കം ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ബാഡ്മിൻ്റൺ, സിംഗിൾസ്, ഡബിൾസ്, പാരാ പവർ ലിഫ്റ്റിംഗ് തുടങ്ങി 7 കായിക ഇനങ്ങളിൽ ലോക ചാമ്പ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വീൽ ചെയർ ഫെൻസറാണ്. വീൽ ചെയർ എഞ്ചിനീയറിംഗ് സ്വിമ്മിങ്ങിലും മുൻ നാഷണൽ ചാമ്പ്യനാണ്. അദ്ദേഹം ഇപ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷനിലെ സീനിയർ മാനേജറാണ്. കഴിഞ്ഞ മാർച്ച് 30 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് ഖേലോ ഇന്ത്യ പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് നേട്ടത്തെക്കുറിച്ച് പ്രത്യേക പരാമർശമുണ്ടായതായി നമ്മളെവർ ഓർക്കുന്നുണ്ടല്ലോ. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന പാരാലിമ്പിക്സിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രധാന ലക്ഷ്യം. വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ശ്രീ ജോബി മാത്യുവിനെ സ്പെഷ്യൽ അവാർഡ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം വേദിയിലെ വിശിഷ്ട വ്യക്തികളെ ഈ അവാർഡ് ദാനം ചെയ്യുന്നതിനായി ക്ഷണിക്കുകയാണ്. നമ്മുടെ ഏതാനും വാക്കുകൾ സംസാരിക്കാനായി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുക. ഈ കല്ലറക്കൽ ഫൗണ്ടേഷൻ്റെ ഈ വലിയൊരു ഇനിഷ്യേറ്റീവിൻ്റെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ, അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ റോർജി ജോൺ MLA, എൻ്റെ അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ ആലുവയിലെ MLA അൻവർ സാദത്ത്, അദ്ദേഹവും എൻ്റെ അടുത്ത സുഹൃത്താണ്. പിന്നെ വന്ന കാലം തൊട്ട് എനിക്ക് വളരെ ധാർമ്മികമായിട്ടുള്ള സപ്പോർട്ട് തന്നിട്ടുള്ള, എപ്പോഴും കാണുമ്പോൾ ഒരു വാത്സല്യത്തോടു കൂടി എന്നെ കരുതുന്ന പ്രിയപ്പെട്ട ആലുവയുടെ മുനിസിപ്പൽ ചെയർമാൻ ജോണേട്ടൻ, ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഫാദർ, പോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള കോച്ചസ്, സിറാജ് കാസിം, ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ്. അതുപോലെ തന്നെയുള്ള മറ്റു മാധ്യമ പ്രവർത്തകരെ, ഈ മഹാരാജ്യത്തിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നല്ല മനസ്സോടുകൂടി നല്ലൊരു വെന്യൂ ഇവിടെ ഒരുക്കി തന്ന പ്രിയപ്പെട്ട സ്റ്റീഫൻ സാർ, മറ്റ് ഈ കല്ലറയ്ക്കൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തകരെ, വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു നോബിൾ ഇനീഷ്യേറ്റീവ് തീർച്ചയായിട്ടും സമൂഹത്തിൽ വലിയ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികൾക്കെതിരെയാണ്, അല്ലെങ്കിൽ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൗണ്ടേഷൻ ഉണ്ടായേക്കുന്നത് തന്നെ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ വിഷനും മിഷനും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വലിയ ലഹരിയാണ്, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ലഹരിയാണ്. എൻ്റെ ചെറുപ്പനാളുകളിൽ ഞാൻ ഏറ്റവും അധികം വിഷമിച്ച ഒരു ഈവൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫുട്ബോളായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും കൈകാലുകളെല്ലാം ഉണ്ട്. ഡ്രിൽ പീരീഡിൽ, PT പീരീഡിൽ എല്ലാവരും കളിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ എല്ലാ കുട്ടികളും പോയി ഫുട്ബോൾ കളിക്കുമ്പോൾ 2 കാലുകളും ഇല്ലാതെ, ഇതൊരിക്കലും കളിക്കാൻ പറ്റാതെ
എന്നും ഗ്യാലറിയിലിരുന്ന് കൈയടിക്കുകയും ഇത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ ബാല്യകാലത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ചെറിയ നാളുകളിൽ, സ്കൂൾ ഡേയ്സിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു ഗെയിമാണ്. കാരണം ഒരിക്കലും ഒരു കായിക താരം എന്ന് പറയുന്നതൊക്കെ ജന്മനാൽ നമ്മളുടെ വാസനകളാണ്, ഒരു കായിക താരം ആകുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചത് തന്നെ ഒരു കായിക താരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിന് പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു കായിക താരം ആകാനായിട്ട് ആദ്യം വേണ്ടത് ഫിറ്റ്നസ്സാണ്. അത് ജനിച്ചപ്പോഴേ തന്നെ ഉണ്ടായിരുന്നില്ല. 60% ഡിസബിലിറ്റിയാണ് ദൈവം എനിക്ക് തന്നത്. പക്ഷെ ഞാനൊരിക്കലും എൻ്റെ ഡിസബിലിറ്റിയിലേക്ക് നോക്കിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് തന്നിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, എൻ്റെ പോക്കറ്റിൽ ഇപ്പോഴും അതുണ്ട്. അതിനകത്ത് പറയുന്നത് 40% ഫിസിക്കൽ എബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ആ ഫിസിക്കൽ എബിലിറ്റിയിലേക്ക് മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷേ എന്നെ ഏറ്റവും അധികം എൻ്റെ ചെറുപ്പനാളിൽ എന്നെ അധികം വിഷമിപ്പിച്ചത് മറ്റു കുട്ടികളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് കളിക്കാൻ പറ്റാതെ വന്നാൽ ഉള്ള അവസ്ഥ. അത് കളിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അന്ന് ഗാലറിയിലിരുന്നൊരു കൈയടിക്കുന്ന ഒരാൾ മാത്രമായിരുന്നു ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു ലോക ചാമ്പ്യൻ ആകുമെന്നോ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും അധികം ലോക മെഡലുകൾ നേടുമെന്നോ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ വിളിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും എനിക്ക് ആദ്യമായിട്ട് ചെന്ന സ്കൂളിൽ എനിക്ക് വൈകല്യം കാരണം അഡ്മിഷനേ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ മറ്റൊരു സ്കൂളിൽ ചെന്നു. ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു PT ആളുണ്ടായിരുന്നു, PT മാസ്റ്റർ ഉണ്ടായിരുന്നു, PT മാഷ്. അദ്ദേഹം ഞാൻ ഈ വൈകല്യമുള്ള ആളുകളുടെ ഓട്ട മത്സരത്തിലെ ചാമ്പ്യനായിരുന്നു. ആ സമയത്ത് 2ാം ക്ലാസ് തൊട്ട് വൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഓട്ട മത്സരങ്ങളിൽ, കായിക മത്സരങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതിനകത്ത് ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു ഓട്ടമുണ്ട്. അതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആർക്കും അങ്ങനെ ഒരു ഓട്ടത്തെക്കുറിച്ച് അറിയത്തുണ്ടാവുകയില്ല. ക്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടം നിങ്ങളെല്ലാവരും കാണുന്ന ഓട്ടം എന്ന് പറയുന്നത് കാലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഓട്ടമാണ്. ഈ ക്രോളിംഗ് വിഭാഗത്തിലുള്ള ആ കാറ്റഗറിയിലുള്ള പാരാ അത്ലറ്റുകളുടെ ഓട്ടം എന്ന് പറയുന്നത് അവർക്ക് കൈയും കാലും ഉപയോഗിക്കാം. കൈയും കാലും ഉപയോഗിച്ച് 50 മീറ്ററേ ഉണ്ടാവുള്ളൂ ഓട്ടം. അത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്നയാൾ. അതായത് 100 മീറ്റർ റേസ് പോലെ തന്നെയാണ് ആ 50 മീറ്റർ റേസ്. പല തരത്തിൽ ശാരീരികമായിട്ട് വൈകല്യങ്ങളുള്ള ആളുകൾ കൈയും കാലും കുത്തി ഓടും. അത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ വളരെ ഇൻസ്പിറേഷനാണ്. ചെറുപ്പം തൊട്ടേ ഞാൻ അതിൻ്റെ ഒരു ചാമ്പ്യനായിരുന്നു. അപ്പോൾ ഞാൻ ഈ പൂച്ചയൊക്കെ ഓടുന്നത് പോലെ ഞാൻ വളരെ വേഗം ഓടും. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കൈയല്ല 2 കൈയും കുത്തി ഞാൻ വളരെ വേഗം ഓടും. അപ്പോൾ ആ ഒരു ഓട്ട മത്സരത്തിൽ വിജയിയായിട്ട് എൻ്റെ LP സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പം LP സ്കൂളിലെ ഡ്രിൽ മാഷിന് ഒരാഗ്രഹം, ആ സ്കൂളിലെ സാധാരണ കുട്ടികളായിട്ടുള്ള ഓട്ട മത്സരത്തിൻ്റെ ഫസ്റ്റ് കിട്ടിയ കുട്ടിയെയും അങ്ങനെ 1, 2, 3 സ്ഥാനങ്ങൾ കിട്ടിയ ആളെയും എന്നെയും കൂടി ഒന്ന് ഓടിക്കണം, എന്തോരം സ്പീഡ് ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ എന്നെയും ഒരു ദിവസം ഡ്രിൽ മാഷ് അങ്ങനെ എടുത്തു വെച്ച് ഒരു ഓട്ട മത്സരം നടത്തി. ആ ഓട്ട മത്സരത്തിൽ ഞാൻ തോറ്റുപോയി. എന്നാലും മറ്റു കുട്ടികൾക്കൊക്കെ കാലിനൊക്കെ വലിയ നീട്ടമുള്ളതുകൊണ്ട് അവർ വളരെ സ്പീഡിൽ ഓടിപ്പോയി. ഞാൻ എന്നാലും ഒരു 4-5 മീറ്റർ പുറകിലാണ് ഫിനിഷ് ചെയ്തത്. പിന്നീട് എനിക്ക് ഒരിക്കലും പഠിച്ചു തോൽപ്പിക്കാനും ഓടി തോൽപ്പിക്കാനും പറ്റുമല്ലാത്ത ഒരു കുട്ടി എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അവളുടെ പേര് ജൂബി സെബാസ്റ്റ്യൻ എന്നായിരുന്നു. അവളുടെ കൂട്ടുകാരി മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇപ്പം ചങ്ങനാശ്ശേരി SBI സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ വലിയ മൈതാനത്ത് ഇങ്ങനെ എല്ലാവരും ഓടുകയും ചാടുകയും ചെയ്യുമ്പോൾ ഞാൻ ഇവരൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു. ഒത്തിരി നാൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. കാലം കുറേ പോയി. അതാരാണെന്ന് നിങ്ങൾ അറിയണം. ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരു കാര്യം ചോദിച്ചുള്ളൂ. പണ്ട് ആ വാഗമരച്ചോട്ടിലൂടെ നിങ്ങൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് വൈകല്യമുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ നോക്കിയിരുന്ന ഒരു കുട്ടിയെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ, അങ്ങനെ ആരെയും ഓർക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരി പഠിച്ച് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ആ കുട്ടി പഠിച്ച് പിന്നീട് എവിടേക്കോ പോയി. 30 വർഷത്തിന് ശേഷം ഞാൻ ആ കൂട്ടുകാരി എന്തായി എന്ന് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട്, ഒപ്പം പഠിച്ച ഒരാളല്ലേ, ഓടി തോൽപ്പിക്കാനും പഠിച്ചു തോൽപ്പിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ആ കൂട്ടുകാരി അന്വേഷിച്ച് ഞാൻ പോയി. ആ കൂട്ടുകാരി അന്വേഷിച്ച് ചെന്ന് ഞാനൊരു സ്കൂളിൽ ഒരു ഫംഗ്ഷന് ചെന്നപ്പോഴാണ്, ഒരു ഇൻസ്പയറിംഗ് ടോക്ക് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അന്വേഷിച്ച് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അമേരിക്കയിൽ നിന്നും 2 ആഴ്ച മുമ്പാണ് ആ കൂട്ടുകാരി നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ജൂബി സെബാസ്റ്റ്യനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്.
ഒരു കാലത്ത് ഇന്ത്യയുടെ 800 മീറ്ററിൻ്റെ ദേശീയ ചാമ്പ്യനായിരുന്നു ജൂബി സെബാസ്റ്റ്യൻ. സനൽ പി തോമസ് സാറിൻ്റെ കായിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടുകാരി, അവളോടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത്, എന്നെ അറിയുമോ? അയ്യോ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ തമ്മിൽ വേദിയിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ, ഒരേ കാലഘട്ടത്തിൽ പഠിച്ചവരാ. അത് മറ്റാരും വരുന്നില്ല, ആ ജൂബി സെബാസ്റ്റ്യനോടൊപ്പം ഇരുന്നിരുന്ന ഒരാൾ പിന്നീട് ഓട്ടം നിർത്തി ചാട്ടത്തിലേക്ക് തിരിഞ്ഞു. ആ ചാടി ഏറ്റവും അവസാനം ലോക നമ്പർ 1 ആയി, അഞ്ജു ബോബി ജോർജ്. അപ്പോൾ ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേന് ആ ഗ്രൗണ്ടിലിരുന്ന് ഇതൊന്നും പറ്റാതെ, എന്താ പറയുക, സമപ്രായത്തിലുള്ള ആളായിട്ടും ഇതൊന്നും പറ്റാതെ വിഷമിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ജൂബി സെബാസ്റ്റ്യന് 4 കുട്ടികളായി, സ്പോർട്സൊക്കെ നിർത്തി, എന്നോ അതിൽ നിന്ന് റിട്ടയർ ആയിപ്പോയി. ഇപ്പോൾ അഞ്ജു ബോബി ജോർജ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. ബാംഗ്ലൂർ വലിയൊരു അക്കാഡമി നടത്തുന്നുണ്ട്, ഇതേപോലെ നല്ലൊരു മിഷനുമായിട്ട് മുമ്പോട്ട് പോകുന്നു. പക്ഷേ 49ാമത്തെ വയസ്സിലും ജോബി മാത്യു ഒരു പ്ലെയറായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞ് ഇച്ചിരി സമയമെടുത്തെങ്കിലും ഇത് പറയാൻ കാര്യം, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ചെറുപ്പക്കാരികളായിട്ടുള്ള പിള്ളേരെ കണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്, അല്ലെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടാണ് പറഞ്ഞത്. അസാധ്യമായിട്ടൊന്നുമില്ല, എനിക്ക് അമാനുഷികതയൊന്നുമില്ല. 31 ലോക മെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അതിൻ്റെ മഹത്വം പലർക്കും അറിയത്തില്ല. ഒരു ലോക മെഡൽ ആർക്കാണ് ഉള്ളതെന്ന് നിങ്ങൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ എന്താ പറയുക, 1-2 പേരേ ഉള്ളൂ. പക്ഷേ അതേപോലെ കൺസിഡർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്നത് എന്താണ്? ഇക്വാളിറ്റിയും ഈക്വൽ പ്രൊട്ടക്ഷനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നേതാക്കന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല കേട്ടോ, അതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. വേദികളിൽ വന്നിട്ട് പറയും ഇതൊക്കെ വലിയ കാര്യമാണെന്ന് പറയും, പക്ഷേ പ്രാക്ടിക്കലിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതൊന്നുമില്ല. മെസ്സിയെ കൊണ്ടുവരാനായിട്ടല്ല ശ്രമിക്കേണ്ടത്. ഇവിടെ നല്ല ആർജവമുള്ള, അന്തസ്സും ആത്മാഭിമാനമുള്ള നല്ല കായിക താരങ്ങളുണ്ട്, അവർക്ക് നല്ല ഭക്ഷണവും അതുപോലെ തന്നെ എന്താ പറയുക, അതിനനുസരിച്ചുള്ള സപ്പോർട്ടും. സ്വന്തം കുടുംബത്തെ സപ്പോർട്ട് കൊടുക്കാതെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ആരെയും വിമർശിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കാൻ സുപ്രീം കോർട്ട് വരെ പറഞ്ഞിട്ടുള്ളത് ക്രിറ്റിസിസം ഷുഡ് ബി ക്രിയേറ്റീവ് എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? ക്രിയാത്മകമായി അങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ കായിക താരം എന്നുള്ള നിലയിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അതിൽ ഈ വേദിയിൽ എനിക്കുള്ളൊരു സന്തോഷം, ഞാനൊരു ഇപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 5 വേൾഡ് ഗോൾഡ് മെഡലും 2 സിൽവർ മെഡലും 1 ബ്രോൺസ് മെഡലും എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട്, കേരളത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വന്നിട്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇവിടെ ശ്രീ അൻവർ സാദത്ത് എൻ്റെ എല്ലാ എന്താ പറയുക, ഞാൻ മെഡൽ നേടി വരുമ്പോൾ അവിടെ എന്നെ സ്വീകരിക്കാനായിട്ടുണ്ടാവും. ശ്രീ റോജി അദ്ദേഹവും വിളിക്കാറുണ്ട്. പക്ഷേ എത്ര മിനിസ്റ്റേഴ്സ്, എത്ര MLA-മാർ, എത്ര ജനപ്രതിനിധികൾ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളിൽ എണ്ണാവുന്നവർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ഒരു അപ്രിസിയേഷൻ തന്നിട്ടുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലേ? അത് ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കുന്നില്ല, പക്ഷെ കല്ലറക്കൽ ഫൗണ്ടേഷന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലാണ് എനിക്ക് സന്തോഷം. ഇത് ഇവിടെ പ്രഖ്യാപിച്ച അവാർഡിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ എന്താ പറയുക എമൗണ്ടിൻ്റെ വലിപ്പമോ അതൊന്നുമല്ല. ഗവൺമെൻറ്റിന് ഒരു അപ്രിസിയേഷൻ തരാൻ സാധിക്കുന്നില്ലാത്തടത്ത് കല്ലറക്കൽ ഫൗണ്ടേഷനെ പോലെയുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ മഹത്വം. പ്രിയപ്പെട്ട മക്കളെ, ഈ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടവരാ നിങ്ങൾ. ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടെന്ന് എന്നും വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നും ലിമിറ്റേഷനും ഇല്ല. 2 കാലും ഇല്ലാത്ത എനിക്ക് 31 ലോക മെഡലുകൾ നേടി അടുത്ത ഒളിമ്പിക്സിലേക്ക് 2028 ഒളിമ്പിക്സിലേക്ക് ഒരു പാത്വേയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സാധിക്കും. അതിനൊക്കെ സർവശക്തനായിട്ടുള്ള ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു നോബിൾ ഇനീഷ്യേറ്റീവ് എടുത്ത കല്ലറക്കൽ ഫൗണ്ടേഷൻ്റെ സ്റ്റീഫൻ സാറിനോടും ബന്ധപ്പെട്ട എല്ലാവരോടും എനിക്കുള്ള നന്ദി അറിയിക്കുന്നു.
ജോബി മാത്യുവിന് കിട്ടിയ ഒരു അവാർഡല്ല ഇത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നെപ്പോലെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒത്തിരി കഴിവുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ പ്രതിനിധീകരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. സമൂഹം തരുന്ന പ്രോത്സാഹനമാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഏറ്റവും വലുത്. അത് കിട്ടുമ്പോഴാണ് ഒരു കായിക താരത്തിന് ഏറ്റവും അധികം ഒരു സന്തോഷം ഉണ്ടാകുക. അല്ലാതെ നമ്മൾക്ക് എന്താ പറയുക, ഈ വേൾഡ് മെഡലുകൾ ഒത്തിരി കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. അതിനപ്പുറത്ത് സമൂഹം അംഗീകരിക്കുമ്പോഴും സമൂഹം അത് ഞങ്ങളുടെ നേട്ടമാണെന്ന് അംഗീകരിക്കുമ്പോഴും പ്രോത്സാഹിപ്പിക്കുമ്പോഴുമാണ് നമുക്കൊരു സന്തോഷമുള്ളത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.